ഹായ് ഓൾ. നമ്മൾ ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ട് 2 പ്രോഗ്രാംസ് ഇപ്പോൾ എൻട്രിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് എംബഡഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങും മറ്റൊന്ന് റോബോട്ടിക്സ് ആൻഡ് AI എന്ന് പറയുന്നൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇത് രണ്ടും ബേസിക്കലി നമുക്ക് ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള പല ടോപ്പിക്കുകളും കൈകാര്യം ചെയ്യുന്നതിനെ പറ്റിയിട്ടും അത് പഠിക്കുന്നതിനെ പറ്റിയിട്ടും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസും അതുപയോഗിച്ച് എങ്ങനെ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡും അതിൻ്റെ തിയററ്റിക്കൽ സൈഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 പ്രോഗ്രാംസാണിത്. ഈ 2 പ്രോഗ്രാമിനെ പറ്റിയിട്ടും വളരെയധികം എൻക്വയറീസ് വരാറുള്ളൊരു കാര്യമാണ്. ഈ ഒരു മേഖലയിൽ പ്രവൃത്തി പരിചയം ഇല്ലാത്ത ആൾക്കാർക്ക് എങ്ങനെ ഇത് പഠിക്കാൻ പറ്റുമെന്നുള്ളത്. അതായത് ഇതിനകത്ത് നമ്മൾ കുറച്ച് കോഡിങ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഈവൻ ദോ നമ്മളത് ബേസിക്സ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതുണ്ടെങ്കിൽ പോലും ചെറുതായിട്ടൊക്കെ കോഡിംഗ് ഒക്കെ അറിഞ്ഞിരിക്കുന്നതിന് നല്ലതാണ്. അപ്പോൾ ഞങ്ങൾക്ക് കോഡിംഗ് ഒട്ടും അറിയില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഒരു മേഖലയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലുള്ള വർക്കുകളാണ് ചെയ്യുന്നത്, ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്, പക്ഷേ റോബോട്ടിക്സ് പഠിക്കാൻ താല്പര്യമുണ്ട്, എംബഡഡ് സിസ്റ്റം പഠിക്കാൻ താല്പര്യമുണ്ട്, IoT പഠിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ സ്ഥിരം യൂസേഴ്സ് പറയാറുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഈവൻ നിങ്ങൾക്ക് കോഡിംഗ് അറിയില്ലെങ്കിലോ ഈ ഒരു മേഖലയുമായിട്ട് ബന്ധമില്ലാത്തൊരു മേഖലയിലാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നോ എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയൊരു പ്രോഗ്രാം നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ്. ഇത് വളരെ ബിഗിനർ ഫ്രണ്ട്ലി ഒരു റോബോട്ടിക്സ് ആൻഡ് IoT പ്രോഗ്രാം എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ ചെറിയ ചെറിയ റോബോട്ടുകൾ നിർമ്മിക്കാം. അതേപോലെ തന്നെ ആ റോബോട്ടുകളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചിട്ടോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടോ ഒക്കെ കൺട്രോൾ ചെയ്യാം. വേറൊരു സ്ഥലത്തിരുന്നു കൊണ്ട് ഇതിനെ കൺട്രോൾ ചെയ്യാം. ഈ റോബോട്ടുകളെ കൊണ്ട് ചെറിയ ചെറിയ ഫങ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അങ്ങനെ ഭയങ്കര ഹാർഡ് കോർ ഒരു ഇൻഡെപ്ത് കോഡിങ്ങിലോട്ടൊന്നും പോകുന്നില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് കോഡുകളും അതേപോലെ തന്നെ ലൈബ്രറികളൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഈ കോഡുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മുടെ മറ്റു കോഴ്സുകളിലാണെങ്കിൽ ഫ്രം ദ സ്ക്രാച്ചാണ് നമ്മൾ കോഡ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്രം ദ സ്ക്രാച്ച് കോഡിംഗ് ഒന്നും ആവശ്യമില്ല. കൂടുതലും നിങ്ങളൊരു ഹോബിസ്റ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ ഈ ഒരു റോബോട്ടിക്സിലോട്ടോ IoTയിലോട്ടൊക്കെ വരാൻ താല്പര്യമുള്ള, അത് നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു കോഴ്സ് ചെക്കൗട്ട് ചെയ്യുക. ഇത് നമ്മൾ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.